വയനാട് വടക്കനാട് കർഷകനെ കൊലപ്പെടുത്തിയ കാട്ടാനയെ പിടികൂടാനുള്ള ദൗത്യം താൽക്കാലികമായി നിർത്തിവെച്ചുവെന്ന വിവരം. ആനയെ മയക്കുവെടി വെച്ചെങ്കിലും ആനയ്ക്ക് കൊണ്ടില്ല. ആന കാട്ടിലേക്ക് കയറി പോവുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ താൽക്കാലികമായി ദൗത്യം അവസാനിപ്പിച്ചു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കാളിദാസൻ ദേവദത്തം നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് മോർണിംഗ് കാളിദാസൻ, പറയൂ. ഇപ്പോൾ കാട്ടാനയെ പിടികൊണ്ടുള്ള ദൗത്യം താൽക്കാലികമായി അവസാനിപ്പിച്ചു എന്നുള്ളതാണ് വനംവകുപ്പ് അറിയിക്കുന്ന വിവരം. ഇന്ന് പുലർച്ചെ 3:30യോടെയാണ് ഈ ഒരു ദൗത്യം ആരംഭിച്ചത്. ഏറെ നാളായി വലിയ രീതിയിൽ പ്രദേശത്ത് ഭീതി പരത്തുന്ന കാട്ടാനയാണ്. മുട്ടിക്കൊമ്പൻ എന്ന് നാട്ടുകാർ വിളിക്കുന്ന കാട്ടാനയാണ്. വനംവകുപ്പ് അതിന് നൽകിയ പേര് താത്തൂർ ടസ്കർ വണ്ണെന്നാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ താത്തൂർ ഫോറസ്റ്റ് ക്യാമ്പിലാണ്. താത്തൂർ ടസ്കർ വണ്ണെന്നാണ് ഈ ഒരു കാട്ടാനയ്ക്ക് വനംവകുപ്പ് നൽകിയ പേര്. പുലർച്ചെ 3:30യോടെയാണ് ഈ ഒരു ദൗത്യം ആരംഭിച്ചത്. ചീഫ് വെറ്റിനറി സർജൻ അരുൺ സക്രിയയുടെ സംഘവും അതോടൊപ്പം തന്നെ വയനാട് ഫോറസ്റ്റ് വാർഡൻ വരുൺ ഡാലി IFSന്റെ നേതൃത്വത്തിലുള്ള വനം വകുപ്പ് സംഘവും ഒക്കെ തന്നെ ഈ ഒരു ദൗത്യത്തിന്റെ ഭാഗമായി 3:30യോടുകൂടി തന്നെ കാട്ടാനയെ ലൊക്കേറ്റ് ചെയ്ത് ഉള്ളിലേക്ക് കയറി വലിയ രീതിയിലുള്ള ഒരു നീക്കങ്ങൾ, പദ്ധതിയോടെയുള്ള വലിയൊരു നീക്കങ്ങളൊക്കെ തന്നെ നടത്തിയിരുന്നു. ആനയെ കൃത്യമായി ട്രാക്ക് ചെയ്തു, ലൊക്കേറ്റ് ചെയ്തു, മയക്കുവെടി അടക്കം വെച്ചു. പക്ഷേ ആ മയക്കുവെടി ആനയ്ക്ക് കൊണ്ടില്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. വനം വകുപ്പ് അടക്കം പറയുന്നതും അത്തരത്തിൽ തന്നെയാണ്. അതിനുശേഷം ആന കാട്ടിലേക്ക് കയറിപ്പോയെന്നുള്ളതാണ്. ഈ ഒരു പദ്ധതിക്ക്, ഈ ഒരു ദൗത്യത്തിനായി 5 കുങ്കിയാനകളെ എത്തിച്ച് വലിയ രീതിയിലുള്ള ഒരു പദ്ധതി തന്നെയായിരുന്നു വനം വകുപ്പും RRT സംഘവും ഒക്കെ രൂപീകരിച്ചിരുന്നത്. അപ്പോൾ ഈ കുങ്കിയാനകളെ കൂടി കണ്ടതിന് ശേഷം വലിയ രീതിയിലുള്ള ഒരു പരിഭ്രാന്തി പരത്തുന്ന രീതിയിലുള്ള ഒരു പെരുമാറ്റത്തിലേക്കൊക്കെ ആന പോയെന്നുള്ളതാണ് വനം വകുപ്പ് അറിയിക്കുന്നത്. പിന്നീട് ആന കാട്ടിലേക്ക് കയറിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ദൗത്യം താൽക്കാലികമായി അവസാനിപ്പിച്ചിരിക്കുന്നു. കാരണം 8 മണിക്ക് ശേഷം, ഇന്നിപ്പോൾ കനത്ത ചൂടാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ 8 മണിക്ക് ശേഷം ഈ ഒരു ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകേണ്ട എന്നുള്ള തീരുമാനത്തിലേക്കൊക്കെ വനം വകുപ്പ് എത്തിയിരിക്കുന്നു. ചിലപ്പോൾ അത് വൈകിട്ടത്തേക്കൊക്കെ ഉണ്ടാകുമെന്നുള്ള സൂചനകളായിരുന്നു ആദ്യം നമുക്ക് ലഭിച്ചിരുന്നത്. പക്ഷേ ഇന്നത്തെ ഒരു സാഹചര്യം കണക്കിലെടുത്ത് നാളെ പുലർച്ചെ വീണ്ടും ഈ ഒരു ദൗത്യം പുനരാരംഭിക്കും. കൂടുതൽ ഈ പദ്ധതിയിൽ കൂടുതൽ ക്രമീകരണങ്ങൾ കൂടി വരുത്തിയ ശേഷം ഈ പദ്ധതി പൂർവാധികം ശക്തിയോടെ അത് തിരിച്ചു കൊണ്ടുവരും. ദൗത്യത്തിൽ കാട്ടാനെ പിടികൂടുമെന്നുള്ളതാണ് വനംവകുപ്പ് അറിയിക്കുന്നത്. SK. ഓക്കെ, താങ്ക് യു കാളിദാസൻ ദേവദത്തം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.